ഫ്രണ്ട്സ്, ഞാൻ അഡ്വക്കേറ്റ് നിഷ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുടുംബ കോടതിയിലെ ഒരു സംവിധാനമായ റൂൾ 4A നോട്ടീസ് എന്നതിനെക്കുറിച്ചാണ്. റൂൾ 4A നോട്ടീസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. കുടുംബ കോടതിയിലെ ഫോർമൽ സമൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു നോട്ടീസാണ് റൂൾ 4A നോട്ടീസ്. ഇതോടൊപ്പം ഇത് കിട്ടി ഹാജരാകുന്ന കക്ഷികൾക്ക് കൗൺസിലിങ്ങിലൂടെ കേസ് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞാൽ സുദീർഘമായ കോടതി നടപടികളിലൂടെ ഇവർക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഈ റൂൾ 4A നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കേസ് വിളിക്കുന്ന അവസരത്തിൽ ഇരുകൂട്ടരും ഹാജരായി കഴിഞ്ഞാൽ അവരെ കൗൺസിലിങ്ങിനായി വിടുന്നു. ഈ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് പരസ്പരമുള്ള തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ കഴിഞ്ഞുവെങ്കിൽ പിന്നീട് കോടതി നടപടിയിലേക്ക് ഇവർക്ക് കടക്കേണ്ട ആവശ്യം വരുന്നില്ല. ആയതിനാൽ തന്നെ ഈ സംവിധാനം വളരെ എഫക്റ്റീവായിട്ട് പലപ്പോഴും കണ്ടുവരുന്നുമുണ്ട്. അതിനാൽ ഈ റൂൾ 4A നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാജരാവുക. ഹാജരായാൽ കൗൺസിലിങ്ങിൽ അറ്റൻഡ് ചെയ്ത് പരമാവധി കേസ് കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. ഒരു കേസ് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ഒത്തുതീർന്നാൽ അത് എത്രയോ നല്ലതാണ്. മറ്റത് നിങ്ങൾക്ക് 6, 7, 8 കൊല്ലം കോടതി വരാന്തയിൽ അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ആയതിനാൽ തന്നെ ഈ റൂൾ 4A നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ തർക്കങ്ങൾ പരമാവധി കൗൺസിലർ മുമ്പാകെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക. കുടുംബ കോടതി കേസിൽ ഏറ്റവും നല്ലത് ഒത്തുതീർപ്പാണ്. ഒത്തുതീർപ്പില്ലാതെ പങ്കാളിയെ പാഠം പഠിപ്പിക്കും എന്ന ഉദ്ദേശത്തോടു കൂടി കേസ് വലിച്ചു നീട്ടാൻ ശ്രമിച്ചാൽ വർഷങ്ങളോളം നിങ്ങളുടെ സമയവും പൈസയും വേസ്റ്റ് ആവുന്ന ഒരവസ്ഥ വരാറുണ്ട്. ആയതിനാൽ തന്നെ ഈ റൂൾ 4A നോട്ടീസ് കൈപ്പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കോടതിയിൽ ഹാജരായി കൗൺസിലർ മുമ്പാകെ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക. കേസിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആയത് നിങ്ങളുടെ സമയവും പൈസയും ലാഭിക്കുന്നതിന് എത്രയോ ഉത്തമമാണ്. കാരണം കോടതി നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയവും പണവും മാത്രമല്ല നഷ്ടപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതം കൂടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ആയതിനാൽ നിങ്ങൾക്ക് ഈ റൂൾ 4A നോട്ടീസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട. അറ്റൻഡ് ചെയ്ത് കൗൺസിലർ മുമ്പാകെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുക. ഇപ്രകാരം കേസ് കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. ആയതിനാൽ നിങ്ങൾ ഈ സാധ്യത പരമാവധി പ്രയോജനപ്പെടുക. താങ്ക്